ഇന്ത്യയിൽ ജൻസി കലാപം നടത്താൻ നമ്മുടെ രാഹുൽ ഗാന്ധി പഠിച്ച പണി 18 നോക്കി വിജയിച്ചില്ല. എന്നാൽ ആരുടെയും ഒരു പ്രേരണയും ഇല്ലാതെ ഒരിടത്ത് ജൻസി കലാപം ആരംഭിച്ചിരിക്കുകയാണ്. അത് മറ്റെങ്ങുമല്ല, പാക് ഒക്കുപൈഡ് കാശ്മീരിലാണ്. അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് അവിടെ ഈ ജനം തെരുവിലിറങ്ങാൻ കാരണം? പാകിസ്ഥാനിലെ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതാണ്. പാക് ഒക്കുപൈഡ് കാശ്മീർ എന്ന് നമ്മൾ പറയുന്ന, അവർ പാക് അഡ്മിനിസ്ട്രേറ്റഡ് കാശ്മീർ എന്നും ആസാദ് കാശ്മീർ എന്നും പറയുന്ന പ്രദേശമുണ്ട്. അതിൽ ഇന്ത്യയുടെ കൈവശമാകേണ്ടിയിരുന്ന നമ്മുടെ കാശ്മീരിൻ്റെ ഭാഗത്തുള്ള സഹോദരങ്ങളെയാണ് അവർ പച്ചലേക്കെ കാട്ടി സ്വാധീനിച്ച് അവരുടെ കൂടെ നിർത്തിയിരിക്കുന്നത്. പക്ഷെ കാലാകാലങ്ങളായി ഈ പാകിസ്ഥാനിലെ പഞ്ചാബികളെന്ന് പറയുന്ന വിഭാഗം കാലാകാലങ്ങളായി അവിടുത്തെ എല്ലാ വിഭാഗങ്ങളെയും ചൂഷണം ചെയ്യുകയും അടിച്ചമർത്തുകയും അവരെ പരമാവധി ഉപയോഗിക്കുകയും അവരിൽ നിന്ന് പരമാവധി ഉപദ്രവിക്കുകയും പരമാവധി കവർന്നെടുക്കുകയും ചെയ്ത് സ്വത്തുക്കളും കൂടെ കവർന്നെടുക്കുന്ന ഒരവസ്ഥയാണ് പാകിസ്ഥാനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഓരോരോ ഭാഗത്തു നിന്നായിട്ട് ഇപ്പം സ്വാതന്ത്ര്യം കിട്ടി 75 വർഷം ആയപ്പോഴത്തേക്ക് ഓരോരോ ഭാഗത്തു നിന്നായിട്ട് ഇതിങ്ങനെ പൊട്ടിമുളച്ച് വരുന്നുണ്ട്. ഞങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ അർഹതയുണ്ടായിരുന്നു എന്ന് സിന്ധുകാർ ഒരു സൈഡിൽ പറയുന്നു, ബലൂച്ചികൾ വേറൊരു സൈഡിൽ പറയുന്നു, പക്തൂൺഖാക്കാർ വേറൊരു സൈഡിൽ നിന്ന് പറയുന്നു. ഇതൊന്നും പോരാത്തതുകൊണ്ടാണ് ഇപ്പോൾ അതാണ്ട് POK കാരും പറയുന്നത്. അവർക്ക് ഇതുവരെ ഒരു സംസ്ഥാന പദവി പോലും അവർക്ക് അവിടെ കൊടുത്തിട്ടില്ല. അവർ പറയുന്നത്, ഞങ്ങൾ സംസ്ഥാന പദവി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളുടെ ഭാഗമാവും. അപ്പോഴത്തേക്ക് കാശ്മീരിൻ്റെ പുറത്തുള്ള അവരുടെ, നമ്മുടെ ഇന്ത്യയുടെ കയ്യിലുള്ള കാശ്മീരിൻ്റെ പുറത്തുള്ള അവരുടെ അവകാശവാദം ഇല്ലാതാവും. അതുകൊണ്ട് അവർക്കൊരു സംസ്ഥാന പദവി പോലും ഇതുവരെ കൊടുത്തിട്ടില്ല. അവിടെ ഈ ഇടയ്ക്ക് നടന്ന ഒരു പ്രക്ഷോഭത്തിൻ്റെ അവരുടെ ആവശ്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ മൂക്കത്ത് വിരൽ വെച്ചു പോകും. കാര്യം നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ പോലും നടത്തേണ്ടിയിരുന്ന വികസനങ്ങളൊന്നും അവിടെ ഈ 75 വർഷമായിട്ട് നടത്തിയിട്ടില്ല. ഇത് ഇന്ത്യൻ മീഡിയ ഉണ്ടാക്കി പറയുന്ന ഒരു കാര്യമല്ല. ഫോറിൻ മീഡിയയിലും BBC പോലുള്ള ചാനലുകളിലും വന്നാണ് അവരുടെ ആവശ്യങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അവരുടെ നേതാക്കളുമായിട്ട് ചർച്ച നടത്തി ഒരു കരാറിൽ ഏർപ്പെട്ടു. അവരെ നിർത്തിവെച്ച് ഒരു പ്രക്ഷേപത്തിൽ നിന്ന് അവർ പിന്മാറിയെന്ന് വെച്ചാൽ അതിനകത്ത് സൈന്യത്തിൻ്റേതായിട്ടുള്ള ഉരുക്കുമുഷ്ടികളും ഉണ്ട് ഒരറ്റത്ത്. ഇപ്പോൾ 32 പേരോളം മരിക്കുകയൊക്കെ ചെയ്ത ഒരു സംഭവം. അപ്പോൾ അതിനുശേഷം ഒന്ന് കലാപം അടങ്ങി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് അവിടുത്തെ വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി കാര്യങ്ങളിലുള്ള അവഗണനയെ പറ്റിയിട്ടും ഫീസ് വർധനയെ പറ്റിയിട്ടും അവരുടെ മാർക്കിടലിലെ വ്യക്തത വരുത്തേണ്ടതിനെ പറ്റിയിട്ടുമൊക്കെ ഇടപെട്ടിട്ട് അവരൊരു ന്യൂജൻ കലാപം അഴിച്ചുവിട്ടൊക്കെയാണ്. അതിൽ ജോയിന്റ് അവാമി ആക്ഷൻ കൗൺസിലുകാർ അവർക്ക് പിന്തുണയും കൊടുത്തിട്ടുണ്ട്. അപ്പം പാക് ഒക്കുപൈഡ് കാശ്മീരിലെ പ്രക്ഷോഭം നയിക്കുന്നവരാണ്. അപ്പോൾ അവർ ഗവൺമെൻറ്റുമായിട്ടൊരു ചർച്ചയിൽ ഒരു ചർച്ച നടത്തി കരാറിൽ ഒപ്പിട്ടിട്ട് അവർ സാധാരണ വിദ്യാർത്ഥികളെ ഇതിനകത്തോട്ട് ഇറക്കി വിട്ടേക്കാണ്. ഈ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് മാന്തിക്കുക എന്ന് പറഞ്ഞ പോലെയാണ് ജൻസി കലാപം വരികയാണെങ്കിൽ. അത് ഈ വിദ്യാർത്ഥി കലാപം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഒരു പ്രവിശ്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കേണ്ട. ഇത് ആളിക്കത്തിക്കാൻ പുറകെ ആളുണ്ട്. അതിനകത്ത് അഫ്ഗാനിസ്ഥാനുകാർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ബലൂജികൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം രാഷ്ട്രത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലോട്ട് വ്യാപിക്കാതിരിക്കാൻ പാകിസ്ഥാൻ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. പക്ഷേ എന്നാൽ ഇതിന് ഇന്ധനവും വെള്ളവും വളവും കൊടുത്ത് ഇതിനെ വളർത്താൻ ഉള്ള ശക്തികൾ മറുഭാഗത്ത് ശ്രമിക്കുന്നു. പിന്നെ അവിടെ നടന്ന ആർക്ക് വയറ്റിളക്കം വന്നു കഴിഞ്ഞാലും പറയും ഇന്ത്യയാണ് അതിൻ്റെ പറയുമെന്ന് പറയും. അതുകൊണ്ട് അത് എപ്പോഴും അവർ പറയുന്ന ഒരു കുഴപ്പമാണ്. അവിടെയൊക്കെ വൈറലാവ് ചെയ്ത് ഇന്ത്യക്കാർ അവിടെ എന്തോ മരുന്നിട്ടിട്ടാണ് അവിടെയൊക്കെ വൈറലാവ് എന്ന് പറയാം. അങ്ങനെ ഒരു രീതി, അവരുടെ ഒരു കൾച്ചർ അങ്ങനെയാണ്. അപ്പോൾ ഇതിലും ഇന്ത്യയുടെ ഇന്ത്യ വെറുപ്പ്, ഇന്ത്യ വിരോധമാണ് അവരുടെ ജീവവായു. അതിൻ്റെ കൂടെ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഉത്തരവാദിത്വം ഇന്ത്യയുടെ തലയിൽ കൊണ്ടുവയ്ക്കുക. അഫ്ഗാനിസ്ഥാൻ ആക്രമിച്ചതിന് ഇന്ത്യ ബിനാമിയായിട്ടാണ് പാകിസ്ഥാൻ ആക്രമിക്കുന്നു എന്ന് പറയുന്നത്. ഇന്ത്യക്ക് പാകിസ്ഥാൻ ആക്രമിക്കണമെങ്കിൽ ബിനാമിയായിട്ടൊന്നും പോകേണ്ട കാര്യമില്ല. നമ്മുടെ നല്ല ഒന്നാന്തര സാധനങ്ങളുണ്ട് ആക്രമിക്കാന്നുള്ളത്. നമ്മൾ പറഞ്ഞതാണ്, അതൊക്കെ ഫ്രീ ആയിട്ട് തന്നെ പാകിസ്ഥാന് കൊടുക്കും, ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കാന്ന് പറഞ്ഞതാണ്. പിന്നെ അപ്പോൾ ഇതിനിടയിൽ തൃശ്ശൂർ നടക്കുന്നതിൻ്റെ സംഘർഷം ഒരു ഭാഗത്തുണ്ട്. അതൊരു വലിയ ഭീഷണിയായിട്ടാണ് പാകിസ്ഥാൻ അതൊരു വലിയ ഭീഷണിയായിട്ടാണ്. അത് 10-ാം തീയതി അവസാനിക്കുകയാണ്. അവരിത് എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിച്ച് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഈ വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം. നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിലെ ഇന്ദിരാഗാന്ധിക്കെതിരായിട്ടുള്ള ഒരു നീക്കം തുടങ്ങുന്നത് ഛാത്ര യുവസംഘർഷ വാഹിനി എന്ന് പറയുന്ന ജയപ്രാശിൻ്റെ വിദ്യാർത്ഥി സംഘടനയിലൂടെയാണ് തുടങ്ങുന്നത്. ഇപ്പം ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യയുടെ കരുത്തനായിട്ടുള്ള പ്രധാനമന്ത്രിയും
പ്രധാനമന്ത്രി പദം വരെ എത്തുന്നതിനുള്ള കാരണം ഗുജറാത്തിലെ ഹോസ്റ്റൽ ഫീസ് വർദ്ധിച്ചതിനെതിരായിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥി കലാപത്തിൻ്റെ നേതാവായതും ആ കലാപത്തിൽ പ്രക്ഷോഭത്തിൻ്റെ നേതാവായതും ആ പ്രക്ഷോഭത്തിന് ശ്രീ ജയപ്രകാശ് നാരായണനെ പട്നയിൽ നിന്ന് ക്ഷണിച്ച് ഗുജറാത്തിൽ കൊണ്ടുപോയതൊക്കെയാണ് അദ്ദേഹം പ്രധാനമന്ത്രി വരെ എത്തുന്നതിനുള്ള ആദ്യത്തെ പടി അതാണ്. അപ്പോൾ വിദ്യാർത്ഥി സംഘർഷങ്ങളെ നമ്മൾ ഒരു രാജ്യത്തും നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. വിദ്യാർത്ഥി സംഘർഷങ്ങൾ രാജ്യത്തിൻ്റെ തല വരെ മാറ്റിയ ചരിത്രങ്ങൾ നമ്മൾ ധാരാളമുണ്ട്. അപ്പോൾ അത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. അവരെ സംബന്ധിച്ചോളം ഭാര്യയോ മക്കളോ മറ്റു ചിന്തകളോ ഒന്നുമില്ല. അവർക്ക് അവർക്കുള്ള ആദർശവും അവരുടെ ആവശ്യങ്ങളും മാത്രമാണ് അവരുടെ തിളയ്ക്കുന്ന ചോരയാണ്. അപ്പോൾ അത് അടിച്ചമർത്താൻ ഭയങ്കര പാടായിരിക്കും. അതിൽ നിന്നുണ്ടാകുന്ന അതിൻ്റെ പ്രതികരണങ്ങൾ രാജ്യവ്യാപകമായിട്ട് പൊതുവേ ഒരു ചൊല്ല് തന്നെയുണ്ട്, ഏത് ട്രേഡ് യൂണിയൻ സമരത്തെയും നമുക്ക് പൊളിക്കാം, പക്ഷേ വിദ്യാർത്ഥി സമരത്തെ പൊളിക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഈ വിദ്യാർത്ഥി സമരം നമ്മളെ MA ബേബിയൊക്കെ അതിന് പിന്തുണ കൊടുക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും വിദ്യാർത്ഥി സമരമാണ്. മംദാനിക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബേബി സഖാവ്. അതുപോലെ വിദ്യാർത്ഥി നേതാക്കൾ അല്ല, പക്ഷെ മംദാനി ഇപ്പൊ പറയുന്നത് ഞാൻ കമ്മ്യൂണിസ്റ്റേ അല്ല എന്നാണ് പറയുന്നത്. അയാൾ ചോദിക്കാതെ കൊടുത്ത പിന്തുണയാണല്ലോ. അതേപോലെ പാകിസ്ഥാനിലെ കൊച്ചു കോയമാർക്കും വലിഞ്ഞു കയറി നമ്മുടെ MA ബേബിയൊക്കെ പിന്തുണ പ്രഖ്യാപിക്കുമെന്ന് വേണം നമുക്ക് കരുതാൻ. സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു നീക്കം എന്നുള്ള നിലയിൽ അല്ല, ഇപ്പോഴത്തെ ഈ പറയുന്ന ജൻസി കലാപം പാക് ഒക്കുപൈഡ് കാശ്മീരിൽ ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ജീവഹാനി ഉണ്ട്. ഒരാൾ ഇന്നലെ വെടിവെച്ച് കൊന്നായിരുന്നു. പട്ടാളം വെടിവെച്ച് കൊന്നതാണ്. അത് ആരാണെന്ന് ക്ലിയർ ആയിട്ടില്ല. അജ്ഞാതൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഒരു ഡീറ്റെയിൽസിലോട്ട് വരുന്നതേ ഉള്ളൂ. ഇത് നമ്മൾ കത്തിപ്പടരുമ്പോഴത്തേക്ക് അവിടുത്തെ മീഡിയ ഭയങ്കര സെൻസറിങ്ങിലാണ്. യാതൊരു വിവരങ്ങളും ഒരു പുറത്തു വിടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് അത് പാകിസ്ഥാന് വലിയ നാണക്കേടും കൂടിയാണ്. അല്ല, നാണക്കേടല്ല, രാജ്യ സുരക്ഷയുടെ തന്നെ ഒരു കാര്യം. ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ അസന്തുഷ്ടരായ മറ്റ് വിദ്യാർത്ഥികൾ മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട്, അഫ്ഗാനിസ്ഥാനിലുണ്ട്. അപ്പോൾ തേരക്ക് ഇവരെല്ലാവരും ഈ പെട്രോൾ ഒഴിച്ചിട്ട് കാത്തിരിക്കുകയാണ് ഒരു തീപ്പൊരി ഇടാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഈ പഞ്ചാബികൾ പോയിട്ട് ബാക്കിയുള്ള എല്ലാ വിഭാഗക്കാരും പഞ്ചാബി ആധിപത്യത്തിന് എതിരായിട്ട് നിൽക്കുന്ന ഒരു സമയം കൂടെയാണ്. സിന്ധുകാർ അടങ്ങിയിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഭൂട്ടോ ഫാമിലി സിന്ധു വംശജരായിരുന്നു. ഭൂട്ടോ ഫാമിലിയുടെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോഴും ആസിഫ് സർദാരി ഭൂട്ടോ ഉണ്ടെന്നല്ലാതെ സിന്ധികൾ അവിടെ ഇല്ല. അപ്പം ഈ പഞ്ചാബികൾ പോയിട്ട് ബാക്കിയുള്ള എല്ലാ പേരിലേക്കും ഈ കലാപം പടരാതിരിക്കാനാണ് പാകിസ്ഥാൻ പരമാവധി ശ്രദ്ധിക്കുന്നത്. നമ്മൾ തീപിടുത്തം ഉണ്ടാകുമ്പോഴത്തേക്ക് മറ്റ് സ്ഥലങ്ങളിൽ തീ പടരാതിരിക്കാനല്ലേ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചാൽ ഇത് അടയ്ക്കുന്നതിനേക്കാളും അവർക്ക് കൂടുതൽ പടരാതിരിക്കാനും അതൊരു വലിയ പ്രക്ഷോഭമായിട്ട് മാറുകയും സൈന്യത്തിനും കൺട്രോൾ ഇല്ലാതെ വരികയാണെങ്കിൽ നേപ്പാളിലെയും അല്ല, ഈ POKയിൽ തന്നെ നിലവിൽ സൈന്യത്തിന് വലിയ നിയന്ത്രണമില്ല എന്ന് നമുക്ക് മനസ്സിലായി. കാരണം കഴിഞ്ഞ ദിവസം 4 സൈനികരെ പ്രക്ഷോഭകാരികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും 4 സൈനികർ കൊല്ലപ്പെടുകയും അവരുടെ സാധനങ്ങളൊക്കെ പിടിച്ചെടുക്കുകയൊക്കെ ചെയ്തു. അതവിടെ പ്രദർശിപ്പിക്കുകയൊക്കെ ചെയ്തു. അതെ, ബംഗ്ലാദേശിലും നേപ്പാളിലും ഉണ്ടായ ജൻസി കലാപം ഇന്ത്യയിലേക്ക് പടർത്തിവിടാനാണ് പലരും ശ്രമിച്ചത്. എന്നാൽ നിർഭാഗ്യവശാൽ ചില ചുഴലിക്കാറ്റൊക്കെ സ്ഥലം മാറി പോകുന്ന മാതിരി ആ ചുഴലിക്കാറ്റ് നേപ്പാളിൽ നിന്ന് നേരെ പാകിസ്ഥാനിലോട്ട് പോവുകയും പാക് ഒക്കുപൈഡ് കാശ്മീരിൽ അത് വീശിയടിക്കുകയും ചെയ്യുകയാണ്. പാകിസ്ഥാൻ്റെ ഒരു ഭരണമാറ്റത്തിന് തന്നെ ഈ ജൻസി കലാപം കാരണമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കണക്കാക്കുന്നത്.